വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 32. ക്വാറന്റൈനിൽ കഴിയുന്ന ശ്രീദേവിന്റെ അടുത്തേക്ക് അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ടാ അവൾ കയറി ചെന്നത്. അവന്റെ ഏകാന്തവാസം കണ്ടപ്പോൾ അവനെ അവിടെ ഒറ്റയ്ക്കാക്കി പോവാനും അവൾക്ക് തോന്നിയില്ല. പലതും പറഞ്ഞു വഴക്കായെങ്കിലും ഇന്നൊരു ദിവസം അവനു വേണ്ടി കൂട്ടിരിക്കാൻ അവൾ തീരുമാനിച്ചു. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ അവൻ പലതവണ പറഞ്ഞെങ്കിലും അതിനവൾ കൂട്ടാക്കിയില്ല. അമൃത, കുറച്ചു ദിവസം കഴിഞ്ഞാൽ വിവാഹിതനാവാൻ പോകുന്ന ഒരു പുരുഷനാണ് ഞാൻ. നിനക്ക് എത്ര സമയം എനിക്ക് കൂട്ടിരിക്കാനാവും? ഈ ഒരു സമയം അവൻ തനിച്ചാവരുതെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പാർവതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾക്ക് സങ്കടം വന്നു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. തൊണ്ട ഇടറിക്കൊണ്ട് അവള് ചോദിക്കുന്നത്, നിനക്ക് പാർവതിയെ ഇങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ ഒരു കൂട്ടിന്. ഞാൻ നീ ഒറ്റയ്ക്കാവണ്ടെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അവളെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ? അവൾക്ക് അതിശയം അടക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം ഒരു കൂട്ടുകാരൻ പോലും തിരിഞ്ഞു നോക്കാനില്ലെന്ന് സങ്കടം പറഞ്ഞ ആളാ. പാർവതിക്ക് എന്തായാലും അവനെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അമൃത, അവള് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഞാനാണെങ്കിൽ HIV പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരാളോ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, അവളെ കൂടെ കഷ്ടപ്പെടുത്തണോ ഞാൻ? അവൻ ചോദിച്ചു. എന്ത് കഷ്ടപ്പാട്? നിന്റെ കൂടെ ഇവിടെ കൂട്ടിന് വന്നിരുന്നാൽ ആർക്ക് എന്ത് കുഴപ്പം വരാനാണ്? ഒപ്പം ഇരുന്നാ പകരുന്ന അസുഖമൊന്നും അല്ലല്ലോ. അച്ചേവി, അമൃത, നിനക്ക് ഇത്രയും ബോധമില്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ പാർവതി. ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലെന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? അവൻ അവളുടെ മുഖത്ത് നോക്കാതെയാ അത് ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും അമൃതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഇത്തിരി അസൂയയും. അവൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു, നിനക്കെന്താ അത്രയ്ക്ക് മുട്ടി നിൽക്കാണോ? അവളിവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ തോന്നാൻ? ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടെ നിനക്ക് പറ്റില്ലേ? മനുഷ്യർ കേട്ടാൽ വിശ്വസിക്കുന്ന എന്തെങ്കിലും പറയണ്ട ശ്രീദേവ്. അവളുടെ ശബ്ദം അവള് പോലും അറിയാതെ ഉച്ചത്തിലായി. അവന്റെ മുഖം പെട്ടെന്ന് വിവരണമായി. അവളോട് സത്യം പറയാതെ വേറെ വഴിയില്ലെന്ന് അവന് ബോധ്യപ്പെട്ടു. എന്റെ അമൃതേ, എല്ലാവരും നിന്നെപ്പോലെ വിഡ്ഢികളാവുമോ? എല്ലാവർക്കും അവരവരുടെ ജീവിതം തന്നെയാ വലുത്. HIV എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവരും പേടിക്കും. പിന്നെയല്ലേ കൂട്ടിരിക്കാൻ വരുന്നത്? ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന തന്നെ ആദ്യമായി കാണാൻ വന്നത് അമൃതയാണ്. താൻ ഒറ്റയ്ക്ക് ആവരുതെന്ന് ആഗ്രഹിച്ച ഈ ഭൂമിയിൽ ഒരേ ഒരു മനുഷ്യൻ അത് അവളാണ്. തനിക്ക് വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടാൻ തയ്യാറായവൾ. സ്വന്തം കാര്യം പോലും നോക്കാതെ തന്റെ അടുത്തേക്ക് ഓടി വന്ന അവളോട് അവൻ എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നി. പക്ഷെ അവനത് പ്രകടിപ്പിക്കാനുള്ള ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ വിവാഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മറ്റൊരു പെൺകുട്ടി തന്നെ സ്വപ്നം കണ്ട് ജീവിക്കുമ്പോൾ തനിക്ക് അമൃതയോടുള്ള സ്നേഹം എങ്ങനെ പറയാനാണ്? അവന്റെ മനസ്സ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. നീ മാത്രമേ ഉള്ളൂ അമൃത, നീ മാത്രമേ ഉള്ളൂ. പേടിയൊന്നുമില്ലാതെ എന്നെ തേടി വരാനും എന്നോട് കൂട്ടിരിക്കാൻ അവൻ സ്നേഹം തുളുമ്പുന്ന രീതിയില് പറഞ്ഞു നിർത്തി. പെട്ടെന്ന് അമൃതയ്ക്ക് തിരിച്ചു പറയാൻ വാക്കുകൾ കിട്ടാതായി. അവൾ വാത്സല്യത്തോടെ അവനെ നോക്കി ചോദിച്ചു, അപ്പോ പാർവതി ഇതുവരെ വന്നില്ലേ നിന്നെ കാണാൻ? അമൃതയ്ക്ക് ഇത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അമൃത, എല്ലാവർക്കും സ്വന്തം ജീവിതം തന്നെയാ വലുത്. യാഥാർത്ഥ്യം അതാണ്. അത് ഉൾക്കൊള്ളാനേ നമുക്ക് പറ്റൂ. അതിൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അവൻ പറഞ്ഞു. യാഥാർത്ഥ്യം? അവൾ അസ്വസ്ഥതയോടെ തലയാട്ടി ചോദിച്ചു. നിന്റെ അമ്മ കണ്ടുപിടിച്ചു തന്ന പെൺകുട്ടിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അവൾ പെട്ടെന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞത് അവനെ അസ്വസ്ഥനാക്കി. നിനക്ക് എങ്ങനെ അറിയാം അവൾ അമ്മയുടെ സെലക്ഷൻ ആണെന്ന്? അപ്പോഴാണ് പറഞ്ഞതിലുള്ള അബദ്ധം അവൾക്ക് മനസ്സിലായത്. അവൾ വാക്കുകൾ തപ്പിക്കൊണ്ട് പറഞ്ഞു, അത് പിന്നെ പാർവതി പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അവളെ വലിയ കാര്യമാണെന്ന്. അവള് നിന്നോട് അങ്ങനെ പറഞ്ഞോ? അവൻ അത് വിടാൻ തയ്യാറായില്ല. പിന്നല്ലാതെ ഞാനെങ്ങനെ അറിയാനാണ്? അവള് പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയ്ക്ക് അവള് വലിയ ഇഷ്ടമാണെന്നൊക്കെ. കല്യാണത്തിന് മുന്നേ തന്നെ അമ്മായിമ്മയും മരുമകളും കൂട്ടാവുന്നത് നല്ലതല്ലേ? അമൃത ആ സന്ദർഭം കുറച്ച് ലളിതമാക്കാനായി കൂട്ടിച്ചേർത്തു. പക്ഷെ പാർവതി പറഞ്ഞ മുഴുവൻ കാര്യവും അവൾക്ക് അവനോട് പറയാൻ കഴിയില്ലായിരുന്നു. പാർവതി പറഞ്ഞ അവരൊരു വല്ലാത്ത സ്ത്രീയാണെന്നുള്ള വാക്ക് അവനോട് പറയാൻ പറ്റിയില്ലെങ്കിലും അവളുടെ കാതുകളിൽ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീദേവിനാണെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. അവൻ പെട്ടെന്ന് വിഷയം മാറ്റാനായി അവളോട് പറഞ്ഞു, നീ ചെന്ന് മുടി ഉണക്കാൻ നോക്ക്, ആകെ വെള്ളമാണ്. അവൾക്കാണെങ്കിൽ അവനോടുള്ള വാത്സല്യം ഇരട്ടിച്ചു. അവൾ കുറച്ചു സമയം അവനെ തന്നെ നോക്കിയിരുന്നു. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. കുറച്ചു സമയം കൂടെ അങ്ങനെ ഇരുന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വെള്ളം എടുക്കാനായി പോയി. പരസ്പരം ആഴത്തിലുള്ള ആ നോട്ടം പിൻവലിച്ചില്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. നേരം ഉച്ച കഴിഞ്ഞിരുന്നു. അവൾ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് തളർന്നുറങ്ങിപ്പോയി. ബാൽക്കണിയിലൂടെ ഒഴുകിവന്ന ആ പ്രകാശം അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. സായാഹ്ന സൂര്യന്റെ ആ സ്വർണ്ണ പ്രകാശം അവളുടെ മുഖത്തും മുടിയിലും ഒരു പ്രത്യേക ഭംഗി നൽകി. ശ്രീദേവ് അവളെ തന്നെ നോക്കി മറ്റൊരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. കുറെ നാളായിട്ട് അവന് ലഭിക്കാതിരുന്ന സമാധാനവും സ്വസ്ഥതയുമെല്ലാം അവനെ വന്ന് മൂടുന്നത് പോലെ ഈ ഭൂമിയിലെ എല്ലാ സന്തോഷവും ശാന്തിയും ആ ഒരൊറ്റ നിമിഷത്തേക്കായി ചുരുങ്ങുന്നത് പോലെ അവന് തോന്നി. അതെ, അതിനെല്ലാം കാരണക്കാരി ഈ സ്ത്രീയാണ്. സോഫയിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന ഈ സ്ത്രീയാണ് ഇപ്പോഴത്തെ തന്റെ സമാധാനത്തിന് കാരണം.
അവൻ ചിന്തിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ സൂക്ഷ്മമായി നോക്കി. മറ്റാരും അവളെ സൂക്ഷ്മമായി നോക്കാത്ത രീതിയിൽ അത്രയും സ്നേഹത്തോടെ അവൻ അവളെ നോക്കി നിന്നു. അവൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഉറങ്ങുന്നത് പോലുള്ള ഒരു വാത്സല്യം അവൻ അനുഭവപ്പെട്ടു. അമൃത, വർഷങ്ങൾക്ക് മുന്നേ തന്നിൽ ആദ്യമായി പ്രണയം നിറച്ചവൾ, സ്നേഹിക്കപ്പെടുന്നതിന്റെ സുഖം ആദ്യമായി പകർന്നു തന്നവൾ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തന്റെ എല്ലാമായി തീർന്നവൾ, കാലങ്ങൾക്ക് ശേഷവും മറ്റൊന്നിനെയും ഭയപ്പെടാതെ മറ്റാരെയും വകവെക്കാതെ തന്നെ തേടി വന്നവൾ, തനിക്കായി കൂട്ടിരുന്നവൾ. അവൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അല്ലെങ്കിലും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് മാത്രമാണല്ലോ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. സ്നേഹം മുഴുവൻ കീഴ്പ്പെടുത്തിയാലും സ്നേഹിക്കപ്പെടാനും തേടി വരാനും ആരുമില്ലെങ്കിൽ പിന്നെ നേടിയ നേട്ടങ്ങൾ കൊണ്ടൊക്കെ എന്ത് കാര്യം? അവൻ താഴെ കാർപ്പറ്റിലിരുന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. കിടന്നപ്പോൾ തന്നെ അവൻ മയങ്ങിപ്പോയി. തന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ഉറങ്ങിയത് അന്നായിരുന്നു. ഈ സമയം ഉറക്കം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതാ കണ്ടത്. എല്ലാം മറന്നുള്ള അവന്റെ സുഖകരമായ ഉറക്കം കണ്ടപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല. അവൻ മതി വരുവോളം ഉറങ്ങട്ടെ എന്ന് കരുതി അവൾ അവിടെ തന്നെ കിടന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുതലും സ്നേഹവും ഉള്ള മനുഷ്യനും അതേസമയം ഏറ്റവും മനസാക്ഷിയില്ലാത്ത മനുഷ്യനും ഒരാൾ തന്നെയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അവൻ എപ്പോഴാ ഇവിടെ വന്ന് കിടന്നതെന്ന് അവൾ അറിഞ്ഞില്ല. ഇത്രയും കാലം തോന്നാത്തൊരു സ്നേഹം അവൾക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് സമയം ഉറങ്ങിക്കിടക്കുന്ന അവനെ നോക്കിയതിനു ശേഷം പുറത്തേക്ക് നോക്കി. ബാൽക്കണിയിലൂടെ സൂര്യപ്രകാശം അവരിലേക്ക് വന്നു പതിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിലെ സൂര്യനെ മടിയിൽ കിടത്തി ആ സുവർണ പ്രകാശത്തിൽ അവൾ കൂടുതൽ സുന്ദരിയായി. ഡിന്നറിന് സമയമായപ്പോഴാ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അവളുടെ സകല സന്തോഷവും തല്ലിക്കെടുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു, "നീ ഇപ്പോഴും പോയില്ലേ?" അവളുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. അവൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് അവളോട് പറഞ്ഞു, "എനിക്ക് വിശന്നിട്ട് വയ്യ. നീ എന്തായാലും ഇവിടെ നിന്നതല്ലേ, ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് പോയാ മതി. എനിക്ക് എന്തെങ്കിലും കഴിക്കണം." അവന്റെ പരുക്കമായ സംസാരം കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. "എങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. നീ കുറച്ചു സമയം കൂടെ സഹിക്കി. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? നീ എന്തെങ്കിലും ഉണ്ടാക്ക്." അവൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു. ശ്രീദേവ് അവന്റെ യഥാർത്ഥ വികാരം മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അമൃതയ്ക്ക് മനസ്സിലായിരുന്നില്ല. ശരിക്കും ഉറക്കം ഉണർന്നപ്പോ എന്താണ് അവന് തോന്നിയതെന്ന് അവളോട് അവൻ പറഞ്ഞില്ല. അതിമനോഹരമായ ആ ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആദ്യം കണ്ട മുഖം അവളുടേതായിരുന്നു. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അത്. അനുഭവിച്ചതിൽ വെച്ച് മനസ്സ് നിറയ്ക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമായിരുന്നു അത്. ഇനിയുള്ള ഓരോ ദിവസവും ആ മുഖം കണ്ടുവേണം എഴുന്നേൽക്കാനെന്ന് അവന് തോന്നി. ഇനിയുള്ള ജീവിതത്തിൽ അവളും തന്റെ കൂടെ വേണമെന്ന് പറയാൻ അവൻ കൊതിച്ചുപോയി. ഒന്നിച്ചിരിക്കുമ്പോൾ പരസ്പരം ഒന്നും മിണ്ടാതെ അവരറിയാതെ കൈമാറുന്ന ആ നോട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രണയമെന്ന് പറയാൻ അവൻ ആഗ്രഹിച്ചു. ആ നിമിഷങ്ങൾ അവനെ എന്നും കൊതിപ്പിക്കുമെന്ന് അവൻ നിരാശയോടെ ഓർത്തു. ആ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കില്ലെന്നും അവനറിയാം. അതുകൊണ്ടാണ് അവനവന്റെ എല്ലാ വികാരങ്ങളെയും ദേഷ്യം കൊണ്ട് മറച്ചു പിടിക്കുന്നത്. ദേഷ്യത്തോടെ അല്ലാതെ അവളോട് സംസാരിച്ചാൽ താൻ വീണ്ടും അവളിൽ വീണു പോകുമോ എന്ന് അവൻ ഭയന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് അവനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കിച്ചണിൽ നിന്ന് അമൃത അവനോട് ചോദിച്ചു, "നിനക്ക് ആ സർജറി ഏറ്റെടുത്തല് കുറ്റബോധം വല്ലതും തോന്നുന്നുണ്ടോ ദേവ്?" ഈ ചോദ്യം അവൻ അപ്രതീക്ഷിതമായിരുന്നു. ഒന്ന് ആലോചിച്ചതിനു ശേഷം അവൻ മറുപടി പറഞ്ഞു, "എന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ചെറുതായൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അത് പക്ഷേ ആ സർജറി ഏറ്റെടുത്തതുകൊണ്ടൊന്നുമല്ല. ആ പേഷ്യന്റിനെ സർജറി ചെയ്തത് ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. അയാൾ ചിലപ്പോൾ 20 വർഷം ജീവിക്കാം, ചിലപ്പോൾ 3 മാസം കഴിഞ്ഞാൽ മരിച്ചു പോവാം. അതൊന്നും എന്റെ കയ്യിലല്ല. പക്ഷേ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അയാൾക്ക് വേണ്ടി ചെയ്തു." അവന്റെ ഗൗരവത്തോടെയുള്ള മുഖം കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഡോക്ടർ ശ്രീദേവ്, തന്റെ രോഗിയാന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്." അന്നേരം അവളുടെ കണ്ണിൽ ശ്രീദേവിനെ പോലെ പെർഫെക്റ്റ് ആയൊരു മനുഷ്യൻ വേറെയില്ലായിരുന്നു. കുറെ പണമുള്ള വീട്ടിൽ ജനിച്ചിട്ടും അതിന്റെ ആഡംബരങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ. പണവും സുഖ സൗകര്യങ്ങളും സൗന്ദര്യവും എല്ലാം വേണ്ടുവോളം ഉള്ളതിന്റെ ഒരഹങ്കാരവും ആരോടും കാണിക്കാത്ത മനുഷ്യൻ. രോഗികളോട് ഏറ്റവും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം പെരുമാറുന്ന ഡോക്ടർ. സ്വന്തം ജീവൻ കളഞ്ഞും അവരെ പരിചരിക്കുന്ന മനുഷ്യജീവി. അങ്ങനെ ഒരാളോട് തനിക്ക് പ്രണയം തോന്നിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവനെ ഒരിക്കൽ പ്രണയിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി അവൾ ഓർത്തു. പക്ഷെ അവനുമായിട്ട് ഇനിയൊരു ജീവിതം സാധ്യമാകാത്ത അത്രയും അകലേക്ക് ജീവിതം അവരെ കൊണ്ടെത്തിച്ചിരുന്നു. അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായി. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവനോടൊപ്പം അവൾ പുറത്തിറങ്ങി. "വല്ലാതെ ലേറ്റായി, സൂക്ഷിച്ചു പോയിക്കോളൂ." അവൻ പറഞ്ഞു. "അതെ, നീ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത കുറവ് ഇപ്പൊ തന്നെ അവിടെയുള്ളവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. റിസൾട്ട് വന്നാലുടനെ നിന്നെ തിരികെ വിളിക്കും." അവൾ പറഞ്ഞു. പക്ഷേ പുറത്തേക്ക് നോക്കി നിന്നെന്നല്ലാതെ അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ ജീവിക്കുന്നത് തന്നെ അവന്റെ രോഗികൾക്ക് വേണ്ടിയാണ്. ഒരു ഡോക്ടറായി ജീവിച്ചു മരിക്കുക എന്നുള്ളതാ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ടെസ്റ്റ് റിസൾട്ട്
ആഗ്രഹങ്ങൾക്ക് വിപരീതമായ അവന്റെ എല്ലാ സ്വപ്നങ്ങളും അതോടെ അവസാനിക്കും. അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു, നിന്റെ ടെസ്റ്റ് റിസൾട്ട് എന്നാ വരുന്നത്? പെട്ടെന്ന് വരും, അടുത്ത ആഴ്ചക്കുള്ളിൽ ഉടനെ അറിയാൻ പറ്റും. എന്തായാലും പെട്ടെന്ന് വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഈ ഏകാന്ത തടവ് അവസാനിപ്പിക്കാലോ. അവൻ ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു, ടെസ്റ്റ് റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നീ എന്നോട് പറയില്ലേ? റിസൾട്ട് വന്നാൽ ആദ്യം വിളിച്ചറിയിക്കുന്നത് നിന്നെ ആയിരിക്കും, അതിലൊരു സംശയവും വേണ്ട. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിന്നോട് പറഞ്ഞിട്ടേ മറ്റാരോടും പറയൂ. എന്താ പോരെ? അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവിടുന്ന് പടികൾ ഇറങ്ങാൻ തുടങ്ങി. ശരി, എന്നാ ഞാൻ പോട്ടെ, ബൈ. അവനും അവളോടൊപ്പം പുറത്തേക്കിറങ്ങി. നേരം നന്നായി ഇരുട്ടിയിരുന്നു. അവളൊരു ക്യാബ് ബുക്ക് ചെയ്ത് പുറത്ത് കാത്തു നിന്നു. അവളുടെ വയറ്റിൽ 1000 പൂമ്പാറ്റകൾ ചിറകു വിടർത്തി. അവളുടെ സന്തോഷം അവൻ കാണാതിരിക്കാൻ അവന് മുഖം കൊടുക്കാതെ അവൾ നടന്നു. അമൃത, അവൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എല്ലാത്തിനും നന്ദി. നിന്നോട് ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു സോ മച്ച്. ഭംഗിവാക്കല്ലാട്ടോ, മനസ്സിൽ തൊട്ടു പറയുന്നതാണ്. അവൻ നെഞ്ചത്ത് കൈവച്ച് അവളോട് പറഞ്ഞു. അവൾക്കാണെങ്കിൽ അവന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അവളുടെ കൈ കവർന്നു. അവന്റെ വലിയ കൈകൾക്കുള്ളിൽ അവളുടെ കൈകൾ പിന്നെയും ചെറുതാകുന്നത് അവൾ അറിഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ് വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ശ്രീദേവും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവരുടെ ശ്വാസം ഒരേ രീതിയിലായി തുടങ്ങി. ഹൃദയമിടിപ്പ് ഒരേ താളത്തിലായി. ചുംബിക്കാൻ തയ്യാറായ ചുണ്ടുകളെ അവർ പിൻവലിച്ചു. അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗം 33 ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. താങ്ക്